നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശക്തനായി മാറിക്കഴിഞ്ഞു. പി.വി. അൻവറിനെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ട് റിസ്ക് എടുത്തു തന്നെയാണ് സതീശൻ ഈ നിലയിൽ എത്തിയത്. മറ്റു നേതാക്കൾ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചപ്പോൾ ശക്തമായ നിലപാടാണ് സതീശൻ സ്വീകരിച്ചത്. അതാണ് അദ്ദേഹത്തിന് തുണയായി മാറിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ സതീശനാണ് കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ എന്നാണ് യുവ നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. അതേസമയം സതീശൻ ശക്തനാകുന്നതിൽ ഒരു വിഭാഗം ഇപ്പോഴും അസ്വസ്ഥരാണ് താനും. അൻവറിന് മുന്നിൽ നോ പറഞ്ഞതോടെ സതീശൻ അണികളുടെ വികാരം കാത്തുവെന്നാണ് പൊതുവിലുള്ള വികാരം. ഇതിനിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ദിനപത്രത്തിൽ സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. നിലമ്പൂരിൽ സതീശൻ അതിജീവിച്ച വെല്ലുവിളികളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് നൽകിയ തലക്കെട്ട് ഗോൾമുഖത്ത് ക്യാപ്റ്റൻ തന്നെ എന്നായിരുന്നു. സതീശൻ എടുത്ത റിസ്ക് അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിജയിച്ചത്. അൻവർ ഇല്ലാതെ തോറ്റിരുന്നു എങ്കിൽ പഴി കൂടി വിജയിച്ചിരുന്നു എങ്കിൽ ക്രെഡിറ്റ് അൻവറിനും ലഭിക്കുമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് സതീശൻ ഒരുക്കിയ തന്ത്രങ്ങളെക്കുറിച്ചായിരുന്നു വാർത്ത. ഇപ്പോൾ സതീശന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ പരിഭവം പറഞ്ഞ് രംഗത്ത് എത്തിയിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളോടാണ് ചെന്നിത്തല പരിഭവം പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. താൻ നേതൃത്വം നൽകിയപ്പോഴും UDF തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല. കാലാൾ പടയെന്ന് പോലും പറയാൻ ആരും തയ്യാറായില്ലെന്നാണ് വിഷമത്തോടെ ചെന്നിത്തല പറയുന്നത്. മുൻകാലത്ത് മാധ്യമങ്ങൾ തന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചു. അന്ന് ആരും ക്യാപ്റ്റൻ എന്നുള്ള പദവി തനിക്ക് തന്നില്ല. അതെന്താണ് തരാത്തത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് ഈ വിജയത്തിൽ മുഖ്യ പങ്കുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരായാലും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. അതിൽ സംശയമില്ല. പക്ഷേ ഞാൻ വിജയിച്ചപ്പോൾ എന്നെ ആരും ക്യാപ്റ്റനും ആക്കിയില്ല, കാലാൾ പടയും ആക്കിയില്ല. ഒരു ചാനലും ഒരു പത്രവും ഇങ്ങനെ ഒരു വിശേഷണം നൽകിയിട്ടില്ല. എനിക്ക് അതിലൊന്നും പരാതിയില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് ഉമ്മൻചാണ്ടിക്കും ഇങ്ങനെ പദവികളൊന്നും ആരും നൽകിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാനും ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. ഇതൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ എത്രയോ കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയോടെ അല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്, ചെന്നിത്തല ചോദിച്ചു. പ്രതിപക്ഷ നേതാവിനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിലെ അതൃപ്തി വ്യക്തമായി പ്രകടമാക്കുന്നതായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിന്റെ ഭൂരിഭാഗവും ലീഗിനാണെന്ന് പറഞ്ഞ ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രവർത്തനത്തെക്കാൾ മികച്ചു നിന്നത് ലീഗാണെന്നും പറഞ്ഞു. മുസ്ലിം ലീഗിനും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കുമാണ് ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചത്. വീട് വീടാന്തരം കയറിയിറങ്ങാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായി. മുസ്ലിം ലീഗ് തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെയാണ് ഇവിടെ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. കോൺഗ്രസ് പ്രവർത്തിച്ചില്ലെങ്കിലും ഒരുപടി മുന്നിൽ നിന്നത് മുസ്ലിം ലീഗാണ്, ചെന്നിത്തല പറഞ്ഞു.